നമസ്കാരം. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ വിസമ്മതിച്ചതിന് യാത്രക്കാരി എയർ ഹോസ്റ്റസിന്റെ കർണത്തടിച്ചു. നൈജീരിയയിലെ ലാഗോസിൽ നിന്ന് 400 മൈൽ അകലെ ഉയയിലേക്കുള്ള ആഭ്യന്തര വിമാനത്തിലാണ് യാത്രക്കാരുടെ അതിക്രമം. ഇബോം എയർ വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ഈ സംഭവം. യാത്രക്കാരുടെ അതിക്രമത്തെ തുടർന്ന് പൈലറ്റ് വിമാനം റൺവേയിൽ നിന്ന് തിരികെ ടെർമിനലിലേക്ക് കൊണ്ടുപോവുകയും ഇവരെ പുറത്താക്കുകയും ചെയ്തു. വിമാനം റൺവേയിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ജീവനക്കാർ യുവതിയോട് മൊബൈൽ ഫോൺ പൂർണ്ണമായും ഓഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ വെക്കാമെന്ന് വാദിച്ച യാത്രക്കാരി ഇത് നിരസിച്ചു. ഇതേ തുടർന്നുണ്ടായ തർക്കം ബഹളത്തിൽ കലാശത്തോടെ യാത്ര തുടരാൻ പൈലറ്റ് വിസമ്മതിക്കുകയും വിമാനം ലാഗോസിലെ മുർത്താല മുഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനലിലേക്ക് മടക്കിക്കൊണ്ടുവരികയുമായിരുന്നു. വിമാനത്തിൽ നിന്ന് പുറത്താക്കുന്നതിനായി ജീവനക്കാർ യുവതിയെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് മുൻവശത്തെ വാതിലിനടുത്തേക്ക് കൊണ്ടുവന്നു. ഇതിനിടയിലാണ് ഇവർ പ്രകോപിതയായി എയർ ഹോസ്റ്റസിന്റെ മുഖത്തടിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവർ എന്നെ അടിക്കുന്നുവെന്ന് എയർ ഹോസ്റ്റസ് ശാന്തമായി പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ടേക്ക് ഓഫ്, ലാൻഡിംഗ് തുടങ്ങിയ നിർണായക ഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിമാനത്തിന്റെ ആശയവിനിമയ നാവിഗേഷൻ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതിനാലാണ് കർശന നിർദ്ദേശം നൽകാറുള്ളത്. എയർ ട്രാഫിക് കൺട്രോളറുമായിട്ടുള്ള പൈലറ്റ്മാരുടെ ആശയവിനിമയം തടസ്സമില്ലാതെ നടക്കാനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇത് അനിവാര്യമാണ്. വിമാനയാത്രാ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്നുണ്ടായ കയ്യേറ്റം യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് പുറത്താക്കുന്നതിനും അധികൃതർ കസ്റ്റഡിയിലെടുക്കുന്നതിനും കാരണമായി. വിമാന ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നത് കൂടിയാണ് സംഭവം.